പ്രണയാനുരാഗം. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഏട്ടാ എല്ലാം പറഞ്ഞൂടാ പാവത്തിനോട്. ഏട്ടന്റെ മനസ്സിൽ എന്ത് പറയുന്ന കാര്യം മോള് പറയുന്നേ? അപ്പച്ചി കൂടി അറിയട്ടെ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി മൂന്നുപേരും. ഒരു പുച്ഛച്ചിരിയോടെ നിൽക്കുന്ന സുഭദ്ര, കൂടെ ഭർത്താവ് രവീന്ദ്രനും അവരടുത്തേക്ക് വന്നു ശിവാനിയുടെ കൈ പിടിച്ച് പറഞ്ഞു, മോള് പറഞ്ഞേ ഏട്ടന്റെ മനസ്സിൽ ആരാ? ആ ഗൗരിയ? ആ ഞാൻ മറന്നു. എവിടെ അവള്? കണ്ടില്ലല്ലോ. എവിടെ ഈ രുദ്രദേവിന്റെ പാതി? അപ്പച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഏടത്തി കിടക്കുക? എന്താ ഞാൻ ഈ കേൾക്കുന്ന ഏട്ടാ? മരുമോൾ ഇത്രയും നേരമായിട്ട് എഴുന്നേറ്റില്ലേ? എന്താ രുദ്ര ഇത്? കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങോ? സാരല്ല, അപ്പച്ചി പോയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ സുഭദ്ര മുറിയിലേക്ക് പോകാനായി ഒരുങ്ങി. രുദ്രേ നിക്കവിടെ, നിനക്കിപ്പോ എന്താ അറിയണ്ട്? ചോദിച്ചുകൊണ്ട് കേശവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അല്ലേട്ടാ എനിക്കൊരു സംശയം, അതൊന്ന് തീർക്കാൻ വന്നാ. അതെ, ഈ വെച്ചുകൊണ്ടിരിക്കുന്നവളൊക്കെ ഭാര്യ എന്നൊക്കെ പറയാൻ പറ്റുമോ? ആരും അറിയാതെ ഒരു താല് കഴുത്തിലിട്ട് കൊടുത്ത് തന്നെ പറ്റിക്കാന്ന് കരുതിയോ? ചോദിച്ചുകൊണ്ട് രുദ്രനൊരു പകയോടെ നോക്കി. ഞെട്ടലിന് പകരം ഒരു പുച്ഛമായിരുന്നു അവന്റെ മുഖത്തപ്പോൾ. അപ്പച്ചി തോന്നിയ ദിവസം പറയരുത്. ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് എഴുതി എനിക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ള മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അപ്പച്ചി വന്ന പോലെ ഈ വാലിനെ പിടിച്ചോണ്ട് പോകാൻ നോക്ക്. പറയുമ്പോൾ രവീന്ദ്രനായിരുന്നു അവന്റെ കണ്ണുകൾ. ഒന്ന് പോടാ ചെറുക്കാ നീ. അവിടെ ഇവിടുന്ന് ഇറക്കി വിടണ നീ. നിനക്കൊരു പെണ്ണിന്റെ സ്നേഹം കിട്ടിക്കൂടാ, ഏതർത്ഥത്തിലാണെങ്കിലും. കുറച്ച് ദിവസമായില്ലേ മടുത്തുകളിടന്ന് എനിക്കിപ്പോ. നിർത്ത്. ഇനി ആ വൃത്തിയുടെ നാക്കുണ്ടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഈ രുദ്രദേവാരാണെന്ന് അപ്പച്ചി ശരിക്കും മനസ്സിലാക്കി തരും ഞാൻ. മനസ്സിലായോ? എന്തു പറഞ്ഞടാ? ചോദിച്ചുകൊണ്ട് അവർ നേരെ കൈയുയർത്തി സുഭദ്ര. പക്ഷെ ആ കൈ ഒരാൾ തടഞ്ഞിരുന്നു. അവരുടെ കൈ ഗൗരിയുടെ കൈകളിൽ അമർന്നു. അവർക്കൊരു തടസ്സമായി രുദ്രന്റെ മുമ്പിൽ കയറിയുന്നു അവൾ. കത്തുന്ന കണ്ണുകളാൽ ഗൗരിയെ നോക്കി സുഭദ്ര. നിനക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായിടി എന്റെ കൈ തടയാൻ, പിഴച്ചവളെ? അവൾക്ക് നേരെ ചീറി അവർ. എന്നെ രക്ഷിച്ചതിന്റെ പേരിൽ സാറിന് ഇനി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ഗൗരി അവർക്ക് നേരെ വിരൽ ചൂണ്ടി. നിങ്ങൾ പറഞ്ഞ നേരാ, ഞാൻ സാറിന്റെ ഭാര്യയല്ല, സാറിന്റെ ആരുമല്ല. ഞാൻ പോയിക്കോളാം. പക്ഷെ അതിന്റെ പേര് സാറിന് ഇനി ഒന്നും പറയരുത്. ഓ എന്തൊരു സ്നേഹം! ഈ 2 ദിവസം കൊണ്ട് എന്റെ മനസ്സിൽ കയറി കൂടിയല്ലോടി നീ. അതെങ്ങനെയാ ഭാര്യ ഭർത്താവായിട്ടല്ലേ കഴിയുന്നത്? കൊള്ളാലോടി. ഒരുത്തൻ പോയപ്പോ മറ്റൊരുത്തൻ. ഇനി ആരൊക്കെ കൂടിയാണ് നീ കിടക്കാൻ പോകുന്നത്? ചോദിച്ചതേ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞു തീർന്നു. അവരുടെ കവിള് പറഞ്ഞു പോകുമാർ കൈ പതിഞ്ഞിരുന്ന മുഖത്ത്. ആടിയിൽ നിലതെറ്റി വീഴാൻ പോയ സുഭദ്രയെ താങ്ങി പിടിച്ചു രവീന്ദ്രൻ. എന്താ കേശവ നീ കാണിച്ചത്? എന്റെ ഭാര്യയെ നീ തല്ലി. അത് എവിടെ നിന്നോ വന്ന ഈ തെമ്മാടി പീറ പെണ്ണിന് വേണ്ടി? ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ കേശവന് നേരെ തിരിഞ്ഞു. തല്ലും, വേണ്ടി വന്നാ കൊല്ലും ഞാൻ. ഇനി എന്റെ കുട്ടികളെ പറ്റി എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ നാവുകൊണ്ട് പറഞ്ഞാ കൊന്നുകളി കേശവദേവ്. മനസ്സിലായോ? ആയെങ്കിൽ ഇവിടെയും വിളിച്ചുകൊണ്ട് വന്ന വഴി പോവാൻ നോക്കി രവീന്ദ്ര. അതല്ലെങ്കിൽ ഇനിയും മേടിച്ചു കൂട്ടുകള്. ഇവള് മാത്രമല്ല നീയും. എന്റെ മോനോട് ഇതുവരെ തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത്രയും നേരം ഇവിടെ നിന്ന് ഇതെല്ലാം പറഞ്ഞു ആ തെറ്റുകളുടെ ബാക്കിയാണെന്ന് എനിക്കറിയാം. നിന്റെ മകളെ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഞാൻ എടുത്ത തീരുമാനം അതാണ് എല്ലാത്തിനും കാരണം. എന്റെ മോന്റെ മനസ്സറിയാതെ, അവന്റെ പ്രണയം അറിയാതെ. ഇനി വയ്യ, എന്റെ ഇഷ്ടം അത് നടക്കണം. ഓ ഏട്ടന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. എന്തായാലും അത് നടക്കില്ല. എന്റെ മനസ്സിൽ കൂടി കുടിയേറി ഒരുത്തില്ലേ എന്നിന്ന് ഇത്രയും വർഷം നീ മറച്ചു പിടിച്ചവള്, എന്റെ മോൾക്ക് പകരം വരായിരുന്നവള്. എന്ത് വില കൊടുത്ത് കണ്ടുപിടിക്കും, തീർക്കും ഞാൻ അവളെ. അതിനി അവള് മതി. നിർത്തപ്പച്ചി, അപ്പച്ചിക്ക് പോവാം. രുദ്ര അലറി. ഇവളാണ് പ്രശ്നമെങ്കിൽ ഇവള് നാളെ പോവും. അപ്പച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ ജീവിതത്തിൽ ഇനി വേറെ പെണ്ണ് വരാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. എന്നാ കേട്ടോ, ഇനി എന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണും വരില്ല. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി. അപ്പോഴവൻ അറിയുന്നുണ്ടായിരുന്നു അവളിലേരിയുന്ന കനൽ. തനിക്ക് മാത്രം അറിയാൻ കഴിയുന്ന നോവ്. പോയിക്കോണം ഇവിടുന്ന്, അല്ലെങ്കിൽ അതിന്റെ ഗതികേട് ആ കയറിപ്പോയവനാ. ഗൗരിയുടെ ചെവിൽ പതിയെ പറഞ്ഞു സുഭദ്ര. എന്നാ ശരിയേട്ടാ, ഇടയ്ക്ക് വരാം. പിന്നെ ഈ തന്നാടി അത് ഞാൻ വരവെച്ചിരിക്കുന്നു. അതും പറഞ്ഞ് അവർ കവിളിൽ തടവി. ശിവയെ നോക്കിയ ശേഷം മുറിയിലേക്ക് പോയി. ബെഡിൽ കിടന്ന് പില്ലോയിൽ മുഖം പൊത്തിക്കരഞ്ഞ് ഗൗരി. അച്ഛാ, ഏട്ടൻ എന്തെങ്കിലും അപ്പച്ചിയെ പേടിക്കുന്നത്? പേടിയോ? അവനോ? എന്റെ മോനൊരു സിംഹക്കുട്ടിയാ. ഇത് പേടിയല്ല, ത്യാഗം. അറിയാതെയാണെങ്കിലും ഒരാളുടെ മരണത്തിന് താൻ കാരണമാണല്ലോ എന്ന ചിന്ത. അതാണ്. അതുകൊണ്ടാ പലതും കണ്ടിട്ടോ അവൻ കണ്ടില്ലെന്ന് അടിക്കുന്നത്. പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങി. ശിവ സന്തോഷത്തിലായിരുന്നില്ല. ഗൗരിയിൽ ഭാവമാറ്റം തന്നെ ഉണ്ടായിരുന്നില്ല. അവൾ കേശവന്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. മോൾക്ക് എടുത്ത തീരുമാനം ശരിയില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. സ്വന്തം വീടാണ്, അങ്ങനെ കരുതാവൂ. അതിനൊന്ന് ചിരിച്ചു അവൾ. നോവിന്റെ നനവുള്ള ചിരി.
വരുന്നുണ്ടെങ്കിൽ വാരണ്ടാളും, എനിക്ക് ഡ്യൂട്ടി കയറേണ്ടതുണ്ട്. ഗൗരി അവനെ നോക്കിയില്ല. പുറകിൽ കയറി മിഴികൾ താഴ്ത്തിയിരുന്നു. നിറഞ്ഞൊഴിയ കണ്ണുനീർ ആരും കാണാതെ തുടച്ചു മാറ്റി. അവളുടെ കണ്ണുനീർ ഒരാളെ ചുട്ടുപൊള്ളിക്കുന്ന അറിഞ്ഞിരുന്നില്ല അവൾ. നിർത്താതെ പെയ്യുന്ന കണ്ണുനീർ അവളിലെ വേദനയെ വിളിച്ചു ഓതുന്നുണ്ടായിരുന്നു. തന്റെ ഹൃദയം അവന്റെ പ്രണയത്തിനായി വാവിട്ട് കരയുന്നത് അവൾ അറിഞ്ഞു. ഹൃദയമിടിപ്പ് നിലക്കുന്ന പോലെ തളർന്നിരുന്നു ആ പെൺമനം. ഹോസ്റ്റലിലെത്തിയതും ശിവ തട്ടി വിളിച്ച് ഗൗരിയെ. ശിവ ഒന്നും മിണ്ടാതെ വേഗമെടുത്ത് ഹോസ്റ്റലിലെ സ്റ്റെപ്പുകൾ കയറി. പുറകെ ഗൗരി. ഗൗരി അളവക്ക്. അവന്റെ പിൻവിളി കേട്ടതും അവളവിടെ നിന്നു. അവന്റെ സാമീപ്യം അടുത്തെറിഞ്ഞതും ചുരിദാർ ടോപ്പിൽ കൈമുറുക്കി പിടിവിട്ടു പോകുന്ന മനസ്സോടെ തിരിഞ്ഞു നോക്കാങ്ങനെ നിന്നു. ഇത് നിന്റെ കയ്യിൽ വെച്ചോ, നിന്റെ ആവശ്യങ്ങൾ ശിവയോട് ചോദിക്കണ്ടല്ലോ. ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചെന്നേക്കണം. അതും പറഞ്ഞ് അവളുടെ കയ്യിൽ 500 ഒരു കെട്ടുനോട്ട് പിടിപ്പിച്ചു അവൻ. ആ സ്പർശനം അറിഞ്ഞതും അവളുടെ കൈകൾ വിറച്ച് ആ രൂപ താഴേക്ക് വീണുപോയി. നിനക്കിത് പിടിക്കാൻ പോലുള്ള ആരോഗ്യമില്ലേ? ചോദിച്ചുകൊണ്ട് രുദ്രൻ പൈസ എടുത്ത് നിവർന്നതും ഗൗരി ഓടിയിരുന്നു. അവൾ അകലിൽ നിന്ന് നോക്കിയിരുന്ന രുദ്രൻ. നിന്നിലേക്കുള്ള ദൂരം ഈ രുദ്രൻ എപ്പോഴും കൂടി വരികയാണ് ഗൗരി. നീ എന്നെ അറിയുന്നില്ലല്ലോ പെണ്ണെ. നീ പോലും അറിയാത്ത എന്റെ പ്രണയമാണ് നീ എന്ന്. ഈ രുദ്രദേവിന്റെ പ്രാണനാണ് ഗൗരി നന്ദയെന്ന് മനസ്സിലോർത്തും അവന്റെ കാഴ്ചയെ മറച്ച് മിഴുനീർത്തുള്ളികൾ. സ്റ്റിയറിംഗിൽ തലകുനിച്ചിരുന്നവൻ ഓർമ്മകൾ അവനെ കുറച്ചു വർഷങ്ങൾ പുറകോട്ട് വലിച്ചു. ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലാത്തി ചാർജിനിടയിലൂടെ തന്റെ ഉള്ളിൽ കയറി കൂടിയവൾ. ഒരു കഥ പോലെ തന്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയവൾ. കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലായ പ്രശ്നം തീർക്കാൻ പോയതായിരുന്നു പോലീസ്. പ്രശ്നം ലാത്തി ചാർജിലാണെന്ന് അവസാനിച്ച്. കുട്ടികൾ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടപ്പോൾ കണ്ണിൽ കണ്ടവരെല്ലാം അടിച്ചു വന്ന്. ആ ബഹളത്തിനിടയിൽ ആരോടെ ഡ്രസ്സ് പിടിച്ച് വലിച്ചു. തോളോട് ചേർന്ന് തൂങ്ങി കീറിയ ചുരിദാർ ടോപ്പ് അകലെ നിന്നേ കണ്ടിരുന്നു താൻ. വീണ്ടും കീറിയതും പ്രായം പുറത്തു കാണുന്നു എന്നവൾ മനസ്സിലായതും ആ കണ്ണുകളിൽ ഞെട്ടിലും ദയനീയതയും ആ മുഖത്ത് തെളിഞ്ഞു നിന്നു. കരഞ്ഞു തുടങ്ങിയ കണ്ണുകളാണ് തന്നെ അവളുടെ അടുത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. നിലത്ത് കിടക്കുന്ന ഏതോ പാർട്ടിയുടെ കൊടിയെടുത്ത് അവളെ പുതപ്പിച്ച് തിരിഞ്ഞു നോക്കിയതും അവളുടെ കൈകൾ തന്റെ മുഖത്ത് ശക്തിയിൽ പതിഞ്ഞിരുന്നു. എന്തിനാണ് അടികിട്ടിയെന്ന് പോലും ആ നിമിഷം മനസ്സിലായിരുന്നില്ല. അവന്റെ കണ്ണുകളപ്പോൾ പിടക്കുന്ന ആ ഉണ്ടക്കണ്ണുകളിലും വിറകൊള്ളുന്ന അവളുടെ ചുണ്ടിലുമായിരുന്നു. ആ നിമിഷം ആരുടെ അടികൊണ്ട് തന്റെ കൈകളിലേക്ക് വീണിരുന്നവൾ. തുണികൊണ്ട് പുതപ്പിച്ച് വാരിയെടുത്ത് അവളുടെ നെറ്റിയിലൂടെ ചോര ഒഴുകിയിറങ്ങി. തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. ഹൃദയതാളം കൂടി വന്നു. അറിയില്ലായിരുന്നു എന്തിനാണെന്ന്. ആ നിമിഷം ആരോ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഇവൾ തന്റെ പെണ്ണാണെന്ന്. ഒറ്റ നോട്ടത്തിൽ ആരോടെങ്കിലും പ്രണയം തോന്നുന്നു. ആ നിമിഷം വരെ തനിക്ക് പരിചയമില്ലാത്ത ആരോ ആയിരുന്നു ഒരുവൾ. മുറിവേറ്റ അവൾ ആരുടെ കൂടെ പറഞ്ഞേക്കുമ്പോഴും മനസ്സിൽ അവൾ മാത്രമായിരുന്നു. ആ നിമിഷം മുതൽ അവൾ പോലും അറിയാതെ അവളെ നെഞ്ചിലേറ്റിയതാണ് താൻ. ഓർത്തപ്പോൾ ഒരിക്കലും മായാത്തൊരു നറുപുഞ്ചിരി വിരിഞ്ഞു ആ ചുണ്ടിൽ. നിർത്താതെയുള്ള ഹോണടിയാണ് രുദ്രനെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. മുറിയിലേക്ക് ചെന്നതും ബെഡിൽ കിടന്ന് പില്ലോയിൽ മുഖമമർത്തി. ഇഷ്ടമാണ് ഗൗരിക്ക്, മറക്കാൻ പറ്റില്ല, തെറ്റാണെന്നറിയാം. പക്ഷേ ഗൗരി സ്നേഹിച്ചു പോയി സാർ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ശിവാനി കാണുന്നു ബെഡിൽ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുന്നവളെയാണ്. എന്താ എടുത്തി, എന്താ പറ്റി? അവൾ ഓടി വന്ന് തോളിൽ പിടിച്ചും ചാടി എഴുന്നേറ്റ് ഗൗരി. എന്നെ അങ്ങനെ വിളിക്കല്ലേ ശിവ, ഒരേ ഏങ്ങലോടെ പറഞ്ഞു. ഈ ഗൗരിക്ക് അതിനുള്ള ഒരു യോഗ്യതയില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല ശിവ. അതും പറഞ്ഞ് അവൾ മുഖമ്പത്തി കരഞ്ഞു. എന്റെ ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണല്ലേ? ഗൗരിയുടെ താടി പിടിച്ചു ഉയർത്തി ചോദിച്ചു ശിവാനി. ഇല്ല, ദയവ് ചെയ്തതിനോട് അങ്ങനെ ചോദിക്കില്ലേ ശിവ, പ്ലീസ് പറഞ്ഞുകൊണ്ട് ബെഡിന്റെ ഒരു സൈഡിൽ ചെരിഞ്ഞു കിടന്നു. അവന്റെ ഓർമ്മകളിൽ മയങ്ങി. ദിവസങ്ങൾ ഓരോന്നും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. രണ്ടുപേരും ക്ലാസ്സിൽ പോകും. അത് കഴിഞ്ഞ് ഗൗരി ഷോപ്പിലും. അവൻ ശിവാനിയെ വിളിക്കും, കാര്യങ്ങൾ ചോദിച്ചറിയും. എങ്കിലും ഗൗരി കാത്തിരിക്കാറുണ്ട് അവന്റെ ഒരു വിളിക്കായി. ഈ ശനിയാഴ്ച നമുക്കൊന്ന് വീട്ടിൽ പോയാലെടുത്തി, കൊറയാലി പോയിട്ട്. ഞാനില്ല മോളെ, നീ പൊക്കോ, എനിക്ക് ഷോപ്പിൽ പോകണം. ഇതെന്താ പറ്റിയത്? അതെങ്കിലും ഒന്ന് പറയെടുത്തി. ഞാനില്ല ശിവ, എന്നെ നിർബന്ധിക്കല്ലേ. അതും പറഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി വാതിലടച്ച് ഗൗരി. എനിക്ക് വരാൻ കഴിയില്ല സർ, ആ കണ്ണുകളിൽ നോക്കാൻ പറ്റില്ല. മനസ്സിലടക്കി വെച്ചിരിക്കുന്ന എൻ്റെ പ്രണയം അതൊരു പ്രണയമഴയായി ഒഴുകിപ്പോവും സർ. ഈ ഗൗരി എനിക്കറിയില്ല. ഗൗരി പ്രണയിക്കും, ഒരിക്കലും അവസാനിക്കാത്ത സാറിനോടുള്ള പ്രണയം. ഞാനിനി തോൽക്കില്ല സർ, ഉയരും. എൻ്റെ കൂടെ സാറുണ്ടല്ലോ ഇവിടെ, ഈ നെഞ്ചിൽ. അത് മതി, അത് മാത്രം മതി. സാർ അറിയണ്ട ഒരിക്കലും ഈ പൊട്ടിപ്പിണിൻ്റെ മോഹം. ഗൗരി നന്ദയുടെ ഹൃദയത്തിൽ ഇനിയൊരു നാമമേ ഉണ്ടാവും, ACP രുദ്രദേവ് IPS എന്ന എൻ്റെ കള്ളപ്പോലീസ്. മനസ്സിലോർത്തും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു, കണ്ണീരാൽ കുതിർന്ന ഒരു പുഞ്ചിരി. കുളി കഴിഞ്ഞ് ഗൗരി ഇറങ്ങുമ്പോൾ ഫോണിൽ രുദ്രനോട് സംസാരിക്കുകയാണ് ശിവാനി. ജനലിനോട് ചേർന്ന് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സ്വരമൊന്ന് കേൾക്കാനായി.
ഏട്ടാ ഞങ്ങൾ വരുന്നില്ല, ഇനി എക്സാം കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളൂ. ഏട്ടനൊന്ന് ഇങ്ങോട്ട് വരുമോ പ്ലീസ്? ഞാൻ വരാം, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ. ഗൗരി ആർദ്രമായിരുന്ന ആ സ്വരം. ഇവിടെ ഉണ്ട്, എന്നാ ഏട്ടൻ വാ. അതും പറഞ്ഞ് ഫോൺ വെച്ചിരിഞ്ഞു ശിവ കണ്ടു വെളിയിലേക്ക് നോക്കി നിൽക്കുന്നവളെ. ഏട്ടത്തി ഏട്ടൻ വരും. അത് കേട്ടത് മുഖം കൂർപ്പിച്ച് നോക്കി ഗൗരി അവളെ. മുഖം കൂർപ്പിച്ച് കണ്ണുരുട്ടണ്ട, ഞാൻ അങ്ങനെ വിളിക്കും. അത് മാറ്റാൻ കുറച്ച് പാടാ. വൈകുന്നേരമായതും ഏട്ടൻ വന്നു. ഏട്ടത്തി താഴേക്ക് വാ. അതും പറഞ്ഞ് ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ചു ശിവ. ഞാനല്ല ശിവ. പറഞ്ഞുകൊണ്ടൊരു ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരുന്നവൾ. പിന്നെ ഇന്ന് തന്നെ പഠിച്ച് പാസ്സാകാൻ പോവല്ലേ? നേരത്തെ ഇങ്ങോട്ട് വന്നേ, എന്നോട് ഓരോന്നും. എന്നെ നിർബന്ധിക്കല്ലേ ശിവ. ഇതാ ഈ പൈസ കൂടി കൊടുത്തേക്ക്. അതും പറഞ്ഞ് ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ബാക്കി ഞാൻ പെട്ടെന്ന് തന്നോളാന്ന് പറയണേ. അതും പറഞ്ഞ് വീണ്ടും ബുക്കുമായി ബെഡിലിരുന്നു. എന്നാ വരണ്ട, അടക്കി പിടിച്ചോണ്ടിരുന്നു. ഇവിടെ എന്റെ ഏട്ടന് വേറെ പെണ്ണിനെ കിട്ടും. ദേഷ്യത്തോടെ പറഞ്ഞ് അവിടുന്ന് പോകുമ്പോൾ അവൾ നിലത്ത് ആഞ്ഞു ചവിട്ടി. അവനെ ഒരു നോക്ക് കാണാൻ അവളുടെ ഹൃദയം തുടികൊട്ടി. ശിവാനി അവിടുന്ന് പോയതും ചാടി എഴുന്നേറ്റ് ജനലിന്റെ അടുത്ത് വന്നു. കണ്ടു അവൾ താഴെ ജീപ്പിന്റെ അരികിൽ കൈകെട്ടി നിൽക്കുന്നവനെ, തന്റെ പ്രാണനായവനെ. അവളുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അവനായി ഒരു കാറ്റ് പോലെ അവനിൽ അണയാനായി ആ മനം തുടിച്ചു. ആ നെഞ്ചോട് ചേർന്ന് പറയാൻ ഗൗരിയുടെ പ്രാണനാണെന്ന്. ശിവാനി ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അവന്റെ കണ്ണുകൾ തേടുകയായിരുന്നു തന്നിൽ അലിഞ്ഞവളെ. ഏട്ടനാരെയും നോക്കുന്നേ? ഇടത്തേക്ക് ചെരിഞ്ഞ് മുകളത്തെ റൂമിലേക്ക് നോക്ക്, കാണാം ജനൽക്കിൽ നിന്നേ ജനൽ കമ്പിയുടെ ഏട്ടന്റെ പാതിയായ ഏട്ടത്തിയെ. അതും പറഞ്ഞ് ചിരിച്ചു അവൾ. അതിനുള്ള അവന്റെ മറുപടി രൂക്ഷമായ നോട്ടമായിരുന്നു. മുഖമുയർത്തി നോക്കി അവൻ കണ്ടു പിന്നിലേക്ക് മിഴികൾ നട്ട് നിൽക്കുന്നവളെ. രുദ്രൻ കണ്ടു എന്ന് മനസ്സിലായതും ഉള്ളുവലിഞ്ഞു ഗൗരി. ഓ കണ്ണിരുട്ടണ്ട, ഒരാളുടെ ഉരുട്ടിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിളിക്കും. അടക്കി പിടിച്ചിവിടെ നിന്നു. അല്ല പിന്നെ എനിക്കാരെയും പേടിയില്ല. പിന്നെ ഇപ്പൊ ഈ ചെയ്യുന്നത് ഈ രുദ്രദേവന്റെ മനസ്സിൽ അന്നു ഇന്നും ഒരാളേ ഉള്ളൂ. അത് നിനക്കറിയാം ശിവ. എന്നിട്ടും പിന്നെ അവളുടെ ലൈഫിൽ സംഭവിച്ചത് നിനക്കറിയാലോ. അവൾ അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവളല്ല. ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം, ജീവിക്കാൻ പഠിക്കണം അവള്. പിന്നെ അപ്പച്ചി അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന പേടി. അവര് നിനക്കറിയാലോ, എന്നും ചെയ്യാൻ മടിക്കില്ല. ഏട്ടനൊരു പോലീസല്ലേ? എന്നിട്ടും ലച്ചു ചേച്ചിയുടെ സൂയിസൈഡ് ഏട്ടന്റെ തലയിടാൻ നോക്കുക അവര്. ഗൗരി അവളൊന്നും അറിയരുത്. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം, നീ ചെല്ലേ. എന്നാ പിടിച്ചോ. ഏട്ടനാ പാത്രത്തിന് വേണ്ടി ചെലവാക്കിയ പൈസ ഇത്തിരി കടന്നുപോയി ഏട്ടാ. കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞ് ശിവാനി അവന്റെ മുഖത്ത് നോക്കി. ആ രൂപ കണ്ടതും അറിയാതെങ്കിലും അവനൊരു വിഷമം തോന്നി. കണ്ണറിയാതെങ്കിലും ആ ജനലിലേക്ക് നീണ്ടു. ഒരു നോട്ടത്തിനായി വെറുതെയെങ്കിലും. പൈസ മുറുക്കെ പിടിച്ചു. അവളുടെ വിയർപ്പിന്റെ വില ചിരിയോടെ ചുണ്ടോട് ചേർത്തു. ഒരേ നദിയുടെ രണ്ടു വശങ്ങളിലാണ് തങ്ങൾ നിൽക്കുന്നതെന്നറിയാതെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അകന്നുപോയി. രുദ്രൻ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന രണ്ട് മിഴികൾ അറിഞ്ഞുകൊണ്ട് തന്നെ. ഷോപ്പിലെ ജോലി കഴിഞ്ഞ് കുറച്ച് വൈകിയിരുന്നു. ഗൗരി ഹോസ്റ്റലിലേക്ക് നടന്നു. ഇടയ്ക്ക് വാസിലേക്ക് നോക്കുന്നുണ്ട്. ഫോൺ ബില്ലടിച്ചവൻ കാതോട് ചേർത്തു. ഏടത്തി എന്ത് ഇത്ര താമസിക്കുന്നേ ചോദിക്കുമ്പോൾ ശിവയുടെ സ്വരത്തിൽ ഭയം നിറഞ്ഞു. ഇതാ വരുവാ, ഞാൻ ഹോസ്റ്റലിന് മുമ്പിലെത്തി, നീ ഫോൺ വെക്ക് പറഞ്ഞു. ഫോൺ കെട്ടിയത് ബാഗിലേക്ക് ഇട്ട് ഹോസ്റ്റൽ വഴിയിലേക്ക് തിരിഞ്ഞതും ഒരു ബ്ലാക്ക് കളർ ഇന്നോവയുടെ മുന്നിലേക്ക് വന്ന് നീ. ഒരു നിമിഷം അവൾ പേടിച്ച് പുറകോട്ട് ആഞ്ഞുപോയി. ബാക്ക് സൈഡിലെ ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി. അപ്പച്ചി ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു അവളുടെ. ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരാൾ ഡോർ തുറന്നിറങ്ങിയതും സുഭദ്ര പുറകോട്ട് നോക്കി ചിരിച്ചു. ആ മങ്ങിയ പ്രകാശത്തിൽ അയാളെ കണ്ടതും ഗൗരി ഒന്ന് ഞെട്ടി. രക്ഷക്കായി നാലുപാട് മിഴികൾ പാഞ്ഞു. അയാൾ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് ഒരു പുച്ഛച്ചിരി ചിരിച്ചു. തൊട്ടുപോലെ തന്നെ അവൾ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. അവളുടെ മിഴികൾ ചുവന്ന് കുറുകി. എന്താ മോളെ ഇത്? ഞാൻ നിന്റെ ഭർത്താവല്ല. രണ്ടാളുടെ താരി വീണിട്ടും നിന്റെ കഴുത്ത് കാലിയാണല്ലോടി. അതും പറഞ്ഞ് അവളുടെ തോളിൽ പിടിച്ചു. ഗൗരിക്കായി തട്ടിക്കളഞ്ഞു. നീ ചതിയനാ. ഇപ്പൊ നീ എന്റെ ആരുമില്ല, കാണേണ്ട എനിക്ക് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ആദ്യ കൈ നീട്ടി അവൾക്ക് മുമ്പിൽ നിന്നു. അങ്ങനെ അങ്ങ് പോയാലോ മോളെ? ഒന്നുമില്ലെങ്കിലും കഷ്ടപ്പെട്ട് നിന്നെ വളച്ചല്ലേ ഞാൻ. അപ്പൊ ഒരു പ്രയോജനം ഇല്ലാതെ അങ്ങ് പോയാലെങ്ങനെയാ? നമുക്കൊന്ന് കൂടാം എന്നും പറഞ്ഞ് അവൻ ചുണ്ട് നനച്ച് കാമക്കണ്ണുകളോടെ ഗൗരിയെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. വാ, വന്ന് കാറിക്കത്. അവൻ്റെ കൂടെ കുറച്ചു ദിവസം പുറത്തതാണെങ്കിലും സാരമില്ല, ഞാനത് ക്ഷമിച്ചു. നിന്നെ ഞാൻ ഈ കേരളത്തിൽ നിന്ന് കടത്തിയിരിക്കും. നിന്നെ മറ്റവൻ ആ പന്നീനെ തപ്പിക്കൊണ്ടിരിക്കുക. അവൻ തപ്പട്ടെ, പക്ഷേ നിന്നെ ആദ്യം എനിക്ക് വേണം. കുറെ നാളായിട്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന കൊതിയ അതിന്ന് ഞാൻ തീർക്കും പറഞ്ഞിരുന്നു. അവന്റെ കവളിൽ ഗൗരിയുടെ കൈ പതിഞ്ഞിരുന്നു. കവളിൽ പൊത്തിക്കൊണ്ട് അവളുടെ നേരെ ചീറിയവൻ. എടി പന്ന പോലെയാടി മോളെ, നീനെ അടിച്ചുവല്ലേ നിന്നെ എന്നും പറഞ്ഞ് അവളുടെ മുടിക്കുത്തിന് പിടിക്കാൻ തുടങ്ങിയതും സുഭദ്ര അവരുടെ അടുത്തേക്ക് വന്നു. ഇവനൊന്ന് അവനെ പറഞ്ഞപ്പോ നിനക്ക് നൊന്തു അല്ലേടി?
ഓ ഞാനത് മറന്നു. 4 വർഷത്തെ അസ്ഥിക്ക് പിടിച്ച പ്രണയല്ലേ, എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചവൻ. പക്ഷേ അവന്റെ നല്ല കാലത്തിന് നീ ഇവനെ അങ്ങ് കേറി പ്രേമിച്ചു. ആദ്യം നോക്കി പറഞ്ഞു സുഭദ്ര. പക്ഷേ നീ ഇവന്റെ മുമ്പിൽ തന്നെ വന്ന് പെട്ടു. ഇപ്പോഴാ നീ ഇത് അറിയുന്നതെന്ന് എനിക്കറിയാം. എന്തിനാ ഇപ്പൊ ഇത് നിന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയോ? നീ ഓരോ നിമിഷവും ഇങ്ങനെ നീറണം ഇവനെപ്പോലൊരുത്തനെ പ്രേമിച്ചതിന്, അവന്റെ പ്രണയം നീ അറിയാതെ പോയതിന്. ഓരോ നിമിഷവും ഓർത്തോർത്ത് ഉരുകണം നീ. എന്നാ മാത്രം എന്റെ കുടുംബത്തിന് ആത്മശാന്തി ലഭിക്കൂ. എല്ലാം ഒരു ഞെട്ടലോടെയാണ് അവൾ കേട്ടത്. അപ്പോഴും കേട്ടോന്ന് വിശ്വസിക്കാനാവാത്ത അറിഞ്ഞിരുന്നു അവൾ. സാറിന്റെ ആ പ്രണയം അത് താനാണെന്നോ? അതെങ്ങനെ? മനസ്സിലോർത്ത് ഗൗരി. സുഭദ്രയുടെ ശബ്ദമാണ് അവൾ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത്. കൊച്ചേ, നീ അവന്റെ കൂടെ പോവാൻ നോക്ക്, അല്ലാതെ നിന്റെ അവന്റെയും മനസ്സിലിപ്പം നടക്കില്ല. നടത്തില്ലേ ഈ സുഭദ്ര? അതും പറഞ്ഞുകൊണ്ട് അവർ ഗൗരിയുടെ കവളിൽ കുത്തിപ്പിടിച്ചു. അവളൊരു തള്ളായിരുന്നു അവരെ. പെട്ടെന്നുള്ള നീക്കമായത് കാരണം സുഭദ്ര പുറകിൽ നിന്ന് ആദിയുടെ ദേഹത്തേക്കാണ് ചെന്ന് വീണ്. രണ്ടുപേരും നിലത്തേക്ക് വീണു. ആ സമയം കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടി ഹോസ്റ്റൽ ഗേറ്റിൽ കൂടി അകത്തേക്ക് കടന്നു. ചേട്ടാ വേഗം കേറ്റർ കേട്ടാ പ്ലീസ്, അവൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു. മോളെ എന്തുപറ്റി? എന്തെങ്ങനെ കിടക്കുന്നു? സെക്യൂരിറ്റി ചേട്ടൻ അവളോട് ചോദിച്ചു. നടന്നില്ല അയാളോട് പറഞ്ഞു. അയാൾ ഗേറ്റ് കടന്ന് പുറത്തു വന്ന് നോക്കി. അപ്പോഴേക്ക് ആ കാർ മുന്നോട്ട് പോയിരുന്നു. അവളെ കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞു അവൻ ദേഷ്യത്തിൽ സ്റ്റെയറിംഗിൽ കൈയടിച്ചു. ഒന്ന് അടങ്ങ്, സങ്കടപ്പെടാതെ ഒന്ന് അടങ്ങേണ്ട ചെക്ക. അവൾ എങ്ങോട്ട് പോവാനാ? ഒന്ന് പേടിച്ചിട്ടുണ്ട്. വീടില്ല രണ്ടിനെ ഈ സുഭദ്ര. എന്റെ കുഞ്ഞിന്റെ മരണത്തിന് ഇവളൊരു കാരണ. അവൾക്ക് വേണ്ടിയാ അവൻ എന്റെ കുഞ്ഞിനെ തള്ളി പറഞ്ഞു. ശിവയുടെ നെഞ്ചിൽ തളർന്നു കിടന്ന് ഗൗരി. കരച്ചിലൊരു ഏങ്ങലായി. ഹോസ്റ്റൽ വാർഡനും കുട്ടികളും അവൾക്ക് ചുറ്റും നിരന്നു. പോലീസിൽ അറിയിക്കണ്ടേ ശിവാനി? വാർഡനാണെന്ന് ചോദിച്ചു. വേണ്ട മേഡം, ഏട്ടനെ അറിയിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. അത് കേട്ടതും ഗൗരിയുടെ ഉള്ളിൽ തണുപ്പ് കടന്നു. അപ്പച്ചിയുടെ വാക്ക് അവളുടെ ചെവിയിൽ തത്തിക്കളിച്ചു. സാറിനപ്പം എന്നെ ഇഷ്ടമായിരുന്നു. ഓർത്തത് അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ഗൗരിയുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ അറിഞ്ഞു അവന്റെ സാമീപ്യം. മിഴികൾ പതിയെ ഉയർത്തി നോക്കി. കണ്ടു പേടിച്ചരണ്ട മുഖത്തോടെ തന്നിലേക്ക് അടുക്കുന്നവനെ. എന്താ ശിവ, എന്തുപറ്റി? അവന്റെ ശബ്ദമിടറിയിരുന്നു. അവളെല്ലാം പറയുമ്പോഴും അവന്റെ കണ്ണുകൾ ഗൗരിയിലായിരുന്നു. തന്നെ നോക്കാതെ മറ്റെവിടേക്കോ നോക്കിയിരിക്കുന്ന അവളെ കണ്ടതും അവന്റെ ദേഷ്യം ഇരച്ചു കയറി. ബാഗ് പാക്ക് ചെയ്തോ, ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങാം. എനിക്ക് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷനുണ്ട്. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയതും രണ്ടുപേരും ബാഗ് പാക്ക് ചെയ്ത് അവന്റെ പുറകെ ഇറങ്ങിയിരുന്നു. വീട്ടിൽ ചെന്നു കേശവൻ അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മോളോട് പറഞ്ഞാലേ പോകണ്ടാന്ന്, എന്നിട്ട് ഇപ്പോഴോ? ആഹാ, ഇവളെ ഉറങ്ങിയോ? അതും ചോദിച്ചാൽ ശിവയെ ഉണർത്തി. എന്തൊക്കെയോ ഉറക്കിപ്പിച്ചിൽ പുലമ്പുന്നുണ്ടായിരുന്നു അവൾ. മോള് മുറിയിലേക്ക് വയ്ക്കോ, ഇവളെ ഞാൻ കിടത്തിക്കോളാം. ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ എടുത്തോളാം. ദാ ഈ ബാഗ് എടുത്തോ, പറഞ്ഞവളെ കോരിയെടുത്തവൻ. പുറകിലായി ഗൗരിയും ബാഗ് എടുത്ത് നടന്നു. ബെഡിൽ ശിവയെ കിടത്തി ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചു. നീ ഒന്ന് ഫ്രഷായി കിടന്നുണിക്കോ, രാവിലെ സംസാരിക്കാം. അതും പറഞ്ഞു തിരിഞ്ഞതും അവന്റെ പുറകിലൂടെ വയറിൽ ചുറ്റി പൊതിഞ്ഞു പിടിച്ചു. ശേഷം അവന്റെ തോളിൽ ചുണ്ടമർത്തി. അത്രമേൽ പ്രണയത്തോടെ. എനിക്കിഷ്ടം, എന്റെ പ്രാണന, മൃദുവായി പറഞ്ഞു അവൾ. പെട്ടെന്നുള്ള അവിടെ ആ മാറ്റം ഇരുപത്തിരണ്ടിൽ അതിശയമായിരുന്നു. അവിടെ അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നുപോയി അവൻ. അവളുടെ നെഞ്ചിന്റെ താളം അവന്റെ നെഞ്ചോളം പടർന്നു. തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ ഗൗരി പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി. മുഖം കുനിഞ്ഞു, മിഴികൾ പിടഞ്ഞു, ശ്വാസഗതി കൂടി, നെഞ്ചു ഉയർന്നു താഴ്ന്നു. നെറ്റിയിലും ചുണ്ടിലും വിയർപ്പ് കുടിഞ്ഞു. അവന്റെ നോട്ടം അവളിലേക്കായി. ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്ന് മുഖം താഴ്ത്തി അവളെ നോക്കി. അവനിലേക്കുള്ള അവളുടെ ദൂരം കുറഞ്ഞതും ഒന്ന് വേച്ച് പുറകോട്ടാഞ്ഞു ഭിത്തിയിലേക്ക് ചേർന്ന് നിന്ന് പോയി അവൾ. ചൂണ്ടുവിരൽ കൊണ്ട് അവളെ താടിത്തുമ്പ് പൊക്കിയവൻ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖം രണ്ട് കൈക്കുമ്പിലും പൊതിഞ്ഞ് പിടിച്ചു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞതും മനസ്സ് കൈവിടുന്ന പോലെ രണ്ടുപേരുടെയും ശ്വാസം ഒന്നായി അലിഞ്ഞു ചേർന്നു. കണ്ണുകൾ കോർത്തതും ഇറുക്കി അടച്ചു ഗൗരി. നിന്നോടാ ചോദിച്ചു, എന്താ നീ പറഞ്ഞെന്ന് രുദ്രൻ അവളോട് വീണ്ടും ചോദിച്ചു. അത് കേട്ടതും കണ്ണുകൾ പതിയെ തുറന്ന് അവനെ നോക്കി അവൾ കണ്ടു. ഒരു കുസൃതി ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ. ഒന്നുമില്ല സാർ, ഞാൻ വെറുതെ അറിയാതെ. അത്രമേൽ പതിഞ്ഞിരുന്ന അവളുടെ സ്വരം പെട്ടെന്ന് എന്തോ ഓർത്ത്, ഞാൻ പോയിക്കോട്ടെ. അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. ആ കയ്യിൽ പിടുത്തമിട്ടിരുന്ന രുദ്രൻ ഒന്ന് വിറച്ചു പോയി. അവൻ അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ടതും ആ മാറിന്റെ ചൂടിൽ അവൾ മുഖം അമർത്തി അങ്ങനെ നിന്നു. പെട്ടെന്നുള്ള ഞെട്ടൽ മാറിയതും രുദ്രനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു ഗൗരി. ആ ഒരു ചേർത്ത് പിടിക്കൽ അവൾ സ്വപ്നം കണ്ടിരുന്നു. എപ്പോഴോ ആഗ്രഹിച്ചു പോയിരുന്നു. അത്രമേൽ പൊട്ടിയൊഴുകാനായി നിന്ന പ്രണയം
ആ നിമിഷം അണ പൊട്ടി ഒഴുകി. അവളുടെ ആ വെളുത്തു തുടുത്ത കുഞ്ഞുമുഖം അവൻ തന്റെ കൈക്കുമ്പിളിൽ പൊതിഞ്ഞു പിടിച്ചു. ശേഷം നെറ്റിയിൽ ചുണ്ടമർത്തി അത്രമേൽ പ്രണയത്തോടെ. അവളിൽ നിന്നിറ്റ് വീഴുന്ന കണ്ണുനീർ തുള്ളികൾ അവൻ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. നീ എന്റെ പ്രണയമാകുന്നു ഗൗരി. അത്രമേൽ പതിഞ്ഞതായിരുന്നു ആ സ്വരം. നിന്റെ പഠിത്തെല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന് എഴുതി വെച്ചായിരുന്നു. പക്ഷേ വിധി അപ്പച്ചിയുടെ രൂപത്തിലെല്ലാം തുലച്ചല്ലേ. അവളിലെ പിടുത്തമിടാ ഒന്നുകൂടി അവളിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. പതിയെന്നും മൂളി അവൾ. എനിക്ക് തോന്നി, അല്ലാതെ ഈ നെഞ്ചിൽ എനിക്കായി കൂട്ടിവെച്ച പ്രണയം ഇത്ര പെട്ടെന്ന് ഒഴുക്കി വിടില്ലല്ലോ പെണ്ണേ നീ. എന്താ പറഞ്ഞേ? അപ്പൊ അറിയായിരുന്നോ എനിക്ക് സാറിനെ? ഗൗരി അവനോടായി ചോദിച്ചു. അതിനൊരു ചിരിയായിരുന്നു ഉത്തരം. പിന്നെ നിന്റെ ഈ രണ്ട് ഉണ്ടക്കണ്ണുകൾ എനിക്കായി വെട്ടിത്തിളങ്ങുന്ന കാണാതെ പോവോ ഈ രുദ്രദേവ്? പറഞ്ഞോടെ ഒരു കുസൃതി ചിരിയോടെ അവളുടെ കണ്ണിൽ ഉമ്മവെച്ചവൻ. ആ പിന്നെ ഇനി സാറ് വിളി വേണ്ട, പകരം പ്രാണനാഥ എന്ന് വിളിച്ചാ മതിയോ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് രണ്ടുപേരും ഒരുപോലെ നോക്കി. അത് ആ ബെഡിലെ ഒരു കുസൃതി ചിരിയോടെ തങ്ങളെയും നോക്കിയിരിക്കുന്ന കുരുത്തം കെട്ട പെണ്ണ്. മനസ്സിലായില്ലേ? ശിവാനി. ഒരു ചമ്മലോട് അകന്നു മാറി രണ്ടുപേരും. നീ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? ചമ്മൽ മറച്ചു വെച്ച് രുദ്രൻ ചോദിച്ചു. ഇല്ല, ഉറങ്ങിയ ഈ അസുലഭ സുരഭില നിമിഷം കാണാൻ പറ്റുമായിരുന്നു എനിക്ക്. നോമെല്ലാം കണ്ടു കേട്ടു തൃപ്തിയായി. 2 കള്ളപ്പൂച്ചകൾ കട്ടുന്ന്. ഇപ്പോഴല്ലേ എനിക്ക് ആ ഭാഗ്യം കിട്ടിയത്. എന്തൊക്കെയായിരുന്നു. കരയുന്നു, വീട് വിട്ടു പോകുന്നു, തനിച്ചിരുന്ന് ചിരിക്കുന്നു, കള്ളക്കണ്ണെറിഞ്ഞ് നോക്കുന്നു. വേറൊരാളോ? എനിക്കൊന്നും അറിയാൻ മേലേ. ഞാൻ ഈ പഞ്ചായത്തിലുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് മാസിൽ ഉരുട്ടിക്കയറ്റി എന്തൊക്കെയായിരുന്നു. എന്നിട്ട് ഇപ്പൊ കൊള്ളാം. അതും പറഞ്ഞ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് വന്ന് ശിവ അവളുടെ തോളിൽ പിടിച്ചു. ഇനിയെങ്കിലും എനിക്ക് ഏടത്തിന്ന് മനസ്സറിഞ്ഞ് വിളിക്കാനോ അല്ലേ? ഒരു കുസൃതി ചിരിയോടെ അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു ശിവ. അത് കേട്ടത് ഒരു നാണത്തോടെ രുദ്രന്റെ നേരെ നോക്കി ഗൗരി. കണ്ണുകൾ രണ്ടടച്ച് കാണിച്ചു അവൻ. ഏട്ടനെ നോക്കണ്ട, ഇനി വന്ന് കിടക്ക്. ബാക്കി നാളെ റൊമാൻസിക്കാം, അല്ലെങ്കിൽ ഞാനും കൂടി ചീത്തയായി പോകും. അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചു ശിവാനി. ശേഷം ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ചു. അവിടുന്ന് മുന്നോട്ട് നടന്നു. ഒരു നിമിഷം തിരിഞ്ഞു നോക്കി ഗൗരി. അവൾക്കൊരു നിറപുഞ്ചിരി നൽകി തിരിഞ്ഞു പുറത്തേക്ക് നടന്ന രുദ്രൻ. ശിവ. കണ്ണുകളടച്ച് കിടക്കുന്ന അവളെ നീട്ടി വിളിച്ച് ഗൗരി. എന്താ, ഏട്ടന്റെ കൂടെ പോയി കിടക്കണോ? ചോദിച്ചുകൊണ്ട് ഊറി ചിരിച്ചവൾ. അയ്യേ, വൃത്തിയോട് പറയുന്നോ? ചോദിച്ചുകൊണ്ട് അവിടെ വയറിലൊന്നുള്ളി ഗൗരി. ഓ, കാണിക്കുന്നതിന് പ്രശ്നമില്ല, പറയുമ്പോ പ്രശ്നം അല്ലേ? അത് ഞാൻ വെറുതെ ഒരു നാണത്തോടെ പറഞ്ഞൊപ്പിച്ചു. പറ, എന്താ അറിയണ എൻ്റെ അടുത്തേക്ക്? അത് ലക്ഷ്മി അപ്പച്ചിയുടെ മോളെങ്ങനെയാ മരിച്ച്? അത് സൂയിസൈഡ് ആയിരുന്നു. ലച്ചേച്ചിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഏട്ടൻ അറിയുന്നത് അച്ഛനെ ഏട്ടന് വേണ്ടി ഇതേ ലച്ചേച്ചി ആലോചിച്ചതിന് ശേഷം. ഏട്ടൻ്റെ ഇഷ്ടം മൂലം ചോദിക്കാതെയാ എല്ലാം തീരുമാനിച്ച്. സസ്പെൻസ് ഇട്ടതാ, പക്ഷെ ഞെട്ടിയത് അച്ഛൻ തന്നെയായിപ്പോയി. ആ കള്ള പോലീസിന്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ അടുത്ത് കയറി കൂടുകൂട്ടിയതല്ലായിരുന്നു. പിന്നെ കരച്ചിലായി, ബഹളായി, ആകെ മൊത്തം പ്രശ്നമായി. പക്ഷെ ലച്ചേച്ചി ഏട്ടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതാ. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എൻ്റെ ഈ ഏടത്തിയെ പെണ്ണുകാണാൻ ദിവസം ലച്ചേച്ചി. ശിവ പറഞ്ഞു നിർത്തി. എല്ലാം കേട്ടുകൊണ്ട് കണ്ണോടിച്ച് ഗൗരി. എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ, ഞാനും കൂടി കാരണമാണ് ആ കുട്ടി. ഗൗരിയുടെ സ്വരമിടറി. ഏയ്, ഒരിക്കലുമല്ല, അങ്ങനെ ചിന്തിക്കേണ്ട. ഏട്ടൻ പറയുന്നുണ്ടല്ലോ ലച്ചേച്ചി സൂയിസൈഡ് എന്നാണ്. ഏട്ടൻ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഏട്ടൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അപ്പച്ചി കേൾക്കുന്ന കൂട്ടാക്കിയില്ല. മറിച്ച് ഏട്ടനെ പഴിക്കാനായും തിടുക്കം. ഒത്തിരി ക്രൂശിച്ചു ആ പാവത്തിനെ. അവർ ഏട്ടൻ്റെ കാക്കി വരെ നഷ്ടപ്പെടുത്തേണ്ടതായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉപേക്ഷിക്കല്ലേ എടുത്തി എൻ്റെ ഏട്ടനെ. പറഞ്ഞതും വിരുമ്പിപ്പോയിരുന്നു ശിവാനി. അത് കണ്ടത് മാറോടടക്കി പിടിച്ച് ഗൗരി. ഏയ് ഇല്ല ശിവ, ഈ ഗൗരിയുടെ ജീവനാ, പ്രാണൻ. അതാണിപ്പോൾ ആ മനുഷ്യൻ. ഞാൻ പോലും അറിയാതെ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അറിഞ്ഞില്ലല്ലോ മോളെ. രാവിലെ ഉറക്കമെഴുന്നേറ്റതും അവളുടെ കണ്ണുകൾ തെരഞ്ഞ അവനെയായിരുന്നു. കേശുവേണ്ട കയ്യിൽ നിന്ന് ചായക്കപ്പം വാങ്ങി അവന്റെ മുറിയിലേക്ക് നടന്നു. അവൾ ചെന്നു കാണുന്നു അവൻ പുഷപ്പടിച്ച് മസിലുരുട്ടി കയറ്റുന്നതാണ്. ഒരു ട്രാക്ക് പാന്റ് മാത്രമായിരുന്നു അവന്റെ വേഷം. ബനിയൻ ഇട്ടിട്ടില്ല. ആ ഉറച്ച ദൃഢമായ ശരീരത്തിലെ രോമങ്ങളിലേക്കായിരുന്നു അപ്പോൾ അവിടെ നോട്ടം ചെന്നത്. ഇങ്ങനെ നോക്കാതെ നീ എന്താ കൺട്രോളുകളല്ലേ നീ? ഒരു ചിരിയോടെ പറഞ്ഞു രുദ്രൻ. അയ്യേ, നാളല്ലേ ഇങ്ങനെ നിൽക്കാൻ? കള്ളത്തരം കണ്ടുപിടിച്ചില്ല എന്ന് മനസ്സിലായതും ചുണ്ടുകൂർപ്പിച്ച് ഗൗരി. അതുകൊള്ളാം, രാവിലെ തന്നെ എന്റെ മുറിയിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ചോദിക്കുന്നു നാണില്ലേ എന്ന്. ഞാനെന്തിനു നാണിക്കണം? ഞാനെന്തിനാണ് ഈ നാണിക്കേണ്ടത്? നീ എന്റെ പെണ്ണാൻ പോകുന്നവളല്ലേ. ആ ചായക്കപ്പാട് വെച്ചിട്ട് പോയി ഫ്രഷ് ആവും. ശിവയോട് പറഞ്ഞേക്ക്, നമുക്കൊന്ന് പുറത്തോട്ട് പർച്ചേസ് ചെയ്ത് തരാം. എന്താ? അതും പറഞ്ഞ് അവളുടെ കവിളിൽ നിന്ന് തോണ്ടി ശേഷം ഒരു ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറിയവൻ. ദേവേട്ടാ. പതിഞ്ഞതായിരുന്നു ആ വിളി. അത് കേട്ടവൻ ചിരിച്ച് തിരിഞ്ഞെന്ന് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചവൻ.
ശേഷം അവളുടെ അടുത്തേക്ക് വീണ്ടും നടന്നു വന്ന് ആ നെറ്റിയിൽ ചുണ്ടമർത്തി. പറ, നിനക്കെന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും പറയേ. കാരണം ഈ ദിവസം ഞാൻ അത്രക്ക് ഹാപ്പിയാ. അത് പറഞ്ഞോ. കേശുവേട്ടനും പോകുന്നുണ്ട് നമ്മുടെ കൂടെ. പിന്നെ ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും ആ മനുഷ്യനെ അച്ഛനാ വിളിക്കാൻ പോകുന്നത്. എന്താ ദേവേട്ടൻ ആ വിളിക്കുന്ന കേൾക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ പാവം. പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ പെട്ടെന്ന് ആ കണ്ണുകൾ ഈറനണിയെന്ന് കണ്ടു. എടോ, എന്റെ ഓരോ വിളിയിലും എനിക്ക് എന്റെ അച്ഛനോടുള്ള സ്നേഹമുണ്ടോ. കേശുവേട്ടാന്ന് വിളിക്കുമ്പോ 1000 വട്ടം മനസ്സുകൊണ്ട് അച്ഛന്ന് വിളിക്കുന്നുണ്ട് ഞാൻ. കഴിഞ്ഞ കാര്യമെല്ലാം ഓർമ്മ വരുമ്പോൾ ദേഷ്യം തോന്നും. എന്നാലും എൻ്റെ അച്ഛനല്ലേ ഗൗരി, അങ്ങനെ വെറുക്കാൻ പറ്റുമോ എനിക്ക്? ആളവനെ മാറോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. ഒരേങ്ങൾ കേട്ട ഭാഗത്തേക്ക് നോക്കി രണ്ടുപേരും. അതാ വാതിലിനോട് ചേർന്ന് ചാരി നിൽക്കുന്നു അച്ഛൻ. കരയാണെന്ന് മനസ്സിലായി രുദ്രന്. അടുത്തേക്ക് ചെന്നു അവൻ അച്ഛനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കേശുവേട്ടാ പറയ്, ഞാൻ അച്ഛന്ന് വിളിക്കണോ ചോദിച്ചു രുദ്രൻ. വേണ്ടടാ, നിന്റെ ഈ വിളി തന്നെ എല്ലാം ഉണ്ട്, എനിക്കത് മതി. അതും പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ ഉമ്മവിച്ചു അയാൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണു നിറച്ചു നിൽക്കുന്ന ഗൗരിയെ മാടി വിളിച്ചു അവൻ. വിളിച്ചത് അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്ന് അവൾ വലനെഞ്ചിൽ അച്ഛനെയും ചേർത്ത് പിടിച്ചിരുന്നു. ഓഹോ, അപ്പൊ കാര്യൊരുവിധം ഒത്തീർപ്പായപ്പോ നമ്മൾ ഔട്ടല്ലേ? ആ നെഞ്ചിൽ എനിക്കുള്ളൊരിടം കുശുമ്പോടെ ചോദിച്ചു ശിവാനി. ഇങ്ങ് വാടി നീ. വിളിച്ചതും അവന്റെ നെഞ്ചിൽ തലവെച്ച് നുഴഞ്ഞു കയറി അവൾ. 3 പേരെയും അത്രമേൽ പ്രിയത്തോടെ പൊതിഞ്ഞു പിടിച്ച് രുദ്രൻ ടൗണിലുള്ള ഒരു മാളിൽ തന്നെ കയറിയവർ. എല്ലാവരും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ, ഞാനിവിടെ കാണും എന്നും പറഞ്ഞ് രുദ്രൻ അവിടെ ഒരു സോഫയിലിരുന്നു മൊബൈൽ തോണ്ടി. അത് കണ്ടതും ഗൗരി സങ്കടത്തോടെ മുഖം കൂർപ്പിച്ചു. ഇങ്ങേർക്കും കൂടി വന്നാലെന്താ കാട്ടുപോത്ത്? അവൾ മനസ്സിലോർത്തു. എങ്കിലും അത് ഇത്തിരി ശബ്ദം കൂടിയെന്നൊരു സംശയം. അവൾ നാവടിച്ചവനെ നോക്കി. ഇപ്പൊ നീ എന്താ പറഞ്ഞ് എന്നും ചോദിച്ച അവളിന്ന് രൂക്ഷമായി നോക്കിയവൻ. അവളുടെ മുഖം മങ്ങിയത് കണ്ടതും രുദ്രൻ ഒന്ന് ചിരിച്ചു. ശേഷം കണ്ണ് ചിമ്മി കാണിച്ചു. ഏട്ടാ വാ, ഏടത്തിക്കുള്ള സാരിയൊക്കെ എടുക്കണ്ടേ? ശിവ അവനോടായി പറഞ്ഞു. ശരിയാടാ, നീയും വാ. അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലി കെട്ടിയുള്ളെങ്കിലും ഒന്നിനൊരു കുറവും വരുത്തരുത്. കേശവൻ അത് പറഞ്ഞു. ഗൗരിയുടെ മുഖത്ത് നാണം വിരിഞ്ഞു. ശേഷം അവൻ ആ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എങ്കിൽ വാ പ്രിയേ, എന്നാ പോയി സെലക്ട് ചെയ്യാം. രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവളെ കയ്യും പിടിച്ച് അവിടെ നിന്ന് പോയിരുന്നു. ഇതെല്ലാം രണ്ടുപേരും കണ്ണും മിഴിച്ച് നോക്കി നിന്നു. ഈശ്വര, ഈ കാലമാണ് ഇത്രയ്ക്ക് റൊമാൻസോ? അച്ഛൻ വന്ന് നന്നായി, അല്ലെങ്കിൽ ഇത് ഷോപ്പിംഗ് മാളാണെന്ന് രണ്ടുപേരും മറക്കും. അതും പറഞ്ഞ് ശിവാനി കേശവനെയും കൂട്ടി അവിടെ നിന്ന് അവർക്ക് പിന്നാലെ പോയി. എല്ലാവർക്കുള്ള ഡ്രസ്സ് എടുത്തു. ശേഷം 2 കുർത്തി എടുത്തുകൊണ്ട് ഗൗരി ട്രയൽ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും എതിർവശത്തെ റൂമിൽ നിന്ന് ആരോളെ പിടിച്ചു വലിച്ചിരുന്നു. ഒച്ച വെക്കാൻ തുടങ്ങും മുമ്പ് തന്നെ അവളുടെ വാപുത്തിയാൾ കുതിരിക്കാനായി ഒരു പാഴ്ശ്രമം നടത്തിയവൾ. ശേഷം അവളുടെ തോളിൽ താടിത്തുമ്പൂത്തി നിന്നവൻ. ആദിത്യൻ, നിന്നെ കെട്ടിയെടുക്കാൻ പോവുകയാണല്ലേ അവൻ. വിവാഹമംഗളാശംസകൾ മോളൂ. ചുമ്മാ എൻ്റെ വകയിരിക്കട്ടെ. പക്ഷെ എന്ത് ചെയ്യാൻ, കെട്ടുന്നതിന് മുമ്പ് അവൻ്റെ വിധവയാകാനാണല്ലോ നിന്റെ വിധി. ഇപ്പൊ ഈ ഒരു ചെറിയ ഡോസ് ഇരിക്കട്ടെ. ഇനി അവനിൽ നിന്ന് നീ വേർപിരിഞ്ഞ് പോയില്ലെങ്കിൽ അവന്റെ കാര്യം കട്ടപ്പോക. കണ്ണുകൾ ചുവപ്പിച്ച് ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞു. അവന്റെ ആ വാക്കുകൾ അവിടെ ചെവിയിൽ തുളച്ചു കയറി കാരമുള്ള കുത്തുന്ന പോലെ തോന്നി ഗൗരിക്ക്. വേണ്ട പറഞ്ഞുകൊണ്ട് തലയാട്ടിയവൾ. അവനോളിലെ പിടുത്തമിട്ടവൻ ചുമച്ചുകൊണ്ട് നിലത്തേക്കിരുന്ന ഗൗരി ആദിയുടെ കാല് പിടിച്ച് കെഞ്ചിയവൾ. വേണ്ട, എന്റെ ദേവേട്ടൊന്നും ചെയ്യില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തു, അതിലെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നിന്റെ പ്രാണൻ അതാർക്ക് വേണടി? സമയം പോയല്ലോ മോളെ. അതും പറഞ്ഞുകൊണ്ട് ആദ്യ വാസിലേക്ക് നോക്കി. റെഡി, 1 2 3 ബും. ഇപ്പൊ തീർന്നു കാണും നിന്റെ സാറ്, അല്ല ദേവേട്ടൻ. ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ഗൗരിയെ നോക്കി. അവനെ തള്ളിമാറ്റി ആ ട്രയൽ റൂമിനകത്തേക്ക് ഓടിയിരുന്നപ്പോൾ അവൾ അത് കണ്ടത് ഒരു ക്രൂര നിറഞ്ഞ ചിരി വിരിഞ്ഞു ആദിയുടെ മുഖത്ത്. ഇടറുന്ന കാലടികളോട് അവൾ കരഞ്ഞുകൊണ്ട് ഓടി. ദേവേട്ടാ 4 പാടും വിളിച്ചുകൊണ്ട് പിന്നെയും ഓടി. ഗൗരിയുടെ ഭയത്താളുള്ള ശബ്ദം കേട്ടതും അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ അവളിലായിരുന്നു. എന്താ മോളെ, എന്തു പറ്റി? കേശുവേട്ടനാണ് ചോദിച്ചു. അയാൾ അവിടെ അടുത്തേക്ക് വന്നു. ദേവേട്ടൻ, ഞാൻ ഒന്ന് വിളിക്കും, എന്തോ പറ്റിയിട്ടുണ്ട്. അയാളെന്റെ ദേവേട്ടൻ. പരസ്പര ബന്ധമില്ലാതെ അവൾ ഓരോന്നും പുലമ്പി. ആരുടെ കാര്യ ഏടത്തി നീ നോക്കുന്നേ? ശിവ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഗൗരിയുടെ പേടിച്ചു പോയ മുഖവും കണ്ണും വിറക്കുന്ന ചുണ്ടും ആലില പോലെ വിറക്കുന്ന ശരീരവും അവളുടെ ഭയത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. ദേവേട്ടൻ എവിടെ? ദേവേട്ടൻ എവിടെ? ശിവ വിളിക്ക്, എനിക്ക് കാണണം. പറയുമ്പോൾ വിതുമ്പിപ്പോയിരുന്ന അവൾ ഏട്ടനാട്ടിക്ക് ഫോൺ വന്നിട്ട് സ്റ്റേഷനിലേക്ക് പോയതാ, ഇപ്പൊ വരും. ശിവാനി അവളെ ആശ്വസിപ്പിച്ചു. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഞെട്ടിലോടെ അങ്ങനെ തന്നെ നിന്നു.
ശേഷം ശിവയുടെ കൈവിട്ട് പുറത്തേക്ക് ഓടി ഗൗരി. അച്ഛാ, ഇതെന്താ പെട്ടെന്ന് എഴുതിക്ക് പറ്റിയത്? എനിക്കെന്തോ പേടിയാവുന്നു. അവൾ കേശവനോട് പറഞ്ഞു. മോള് വാ എന്ന് പറഞ്ഞ് അയാൾ അവളെയും കൂട്ടി ഗൗരിയുടെ പുറകെ പോയി. റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഗൗരിയെ ശിവാനി ഓടിച്ചെന്ന് പിടിച്ചു. ഏടത്തി, എന്തീ കാണിക്കുന്നേ? അവൾ ചോദിച്ചു. ഒന്ന് അടങ്ങ്, ഞാൻ ഏട്ടനെ വിളിച്ച് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് ശിവാനി അവന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. പക്ഷെ നിരാശയായിരുന്നു ഫലം. അച്ഛാ, ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്റെ ദേവേണ്ണ അപകടപ്പെടുത്തി. കരച്ചിലിനിടയിലും പുലമ്പിക്കൊണ്ടിരുന്ന അവൾ. അവിടെ നിന്നവരെല്ലാം അവളുടെ ചുറ്റിനും നിരന്നു. തളർന്നു പോയിരുന്നു പാവം. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ശിവാനിയും കരഞ്ഞുപോയി. കുറച്ചു സമയത്തിന് ശേഷം രുദ്രന്റെ ജീപ്പ് അവിടെ വന്ന് നിന്നു. അവനെ കണ്ടെന്നും പിടഞ്ഞു അവളുടെ മനം. അവൻ നടന്നവളുടെ അടുത്തേക്ക് ചെന്നു. ഗൗരി കണ്ടു തന്റെ പ്രാണനെ. അവന്റെ നെറ്റിൽ ചോരയൊഴുകി ഷർട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ദേവേട്ട വിളിച്ചുകൊണ്ട് അവന്റെ മുഖമാകെ പരതി അവൾ. വാടിയ താമരത്തണ്ട് പോലെ അവന്റെ കൈകളിലേക്ക് തളർന്നു വീണവൾ. ആ നിമിഷം കണ്ണുനീർ ചാറിട്ട് ഒഴുകിയിരുന്നു. അത് കണ്ടതും രുദ്രൻ അവളെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു. രുദ്ര, പേടിക്കാനൊന്നുമില്ല, BP ലോ ആയതാ, ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നിന്നെ ഈ മുറി ഒന്ന് ഡ്രസ് ചെയ്തേക്ക്. ഓക്കെ ഡോക്ടർ, താങ്ക്സ്. മുറിവ് ഡ്രസ് ചെയ്ത് രുദ്ര റൂമിൽ ചെല്ലുമ്പോൾ മയക്കത്തിൽ തന്നെയായിരുന്നു ഗൗരി. എന്തു പറ്റിയതാ ഏട്ടാ? അവന്റെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ശിവാനി സങ്കടത്തിൽ ചോദിച്ചു. ഏയ്, എനിക്കൊന്നും പറ്റില്ല മോളെ. ഒരു ചെറിയ ആക്സിഡന്റ്. പുറകിൽ നിന്ന് വന്നൊരു കാർ ചെറുതായിട്ട് ജീപ്പിലും തട്ടി. അതുകൊട്ടെ ഇവൾക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ? മയക്കത്തിൽ കിടക്കുന്ന ഗൗരിയെ നോക്കിക്കൊണ്ട് രുദ്രൻ ശിവാനിയോടായി ചോദിച്ചു. എനിക്കും അതാ മനസ്സിലാവാത്ത ഏട്ടാ, പെട്ടെന്നായിരുന്നു ഇങ്ങനെ. ഏട്ടനെന്തോ അപകടം പറ്റുമെന്ന് മുൻകൂട്ടി കണ്ട പോലെയായിരുന്നു ഏട്ടത്തിയുടെ അപ്പോഴത്തെ പെരുമാറ്റം. ആരും ഒരാള് ഏട്ടൻ എന്തൊക്കെയാ ചെയ്യുന്നൊക്കെ കരഞ്ഞോണ്ട് പറയുന്നുണ്ടായിരുന്നു. പാവം, പേടിച്ചു പോയി ഏട്ടാ. അവൻ കുനിഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. പ്രണയം എന്ന വികാരത്തിനുമപ്പുറം വാത്സല്യത്തോടെ ഗൗരി കണ്ണു തുറന്നപ്പോൾ അവളുടെ കൈ അവന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന രുദ്രൻ. ദേവേട്ട, ഒരു പിടച്ചിലോടെ വിളിച്ചു പെണ്ണവനെ. മയക്കത്തിലായിരുന്ന രുദ്രൻ അവളുടെ വിളി കേട്ടപ്പോൾ പേടിച്ച് തന്നെ നിറകണ്ണുകളോടെ നോക്കുന്നവളെയാണ് കണ്ടത്. അവന്റെ മുഖമാകെ പരതി. ഒന്നും നോക്കാതെ ഇറുകെ പുണർന്നു. അവന്റെ മുഖമാകെ ചുംബനത്താൽ പൊതിഞ്ഞു. അവളുടെ കണ്ണുനീരിന്റെ ഉപ്പുരസം അവനിലും പടർന്നിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.